ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലാണ്. യേശു വരികയാണ് ഒരു കല്ലറയിലേക്ക്. യേശു വീട്ടിൽ കയറിയെന്ന് പറയുന്നത് ആ കല്ലറയുടെ അടുത്ത് വന്നിട്ട് മർത്ത യേശുവിനെ കൂട്ടിക്കൊണ്ട് ആ കല്ലറയുടെ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ പറയുന്നുണ്ട്, അവൻ മരിച്ചിട്ട് 3 ദിവസമായി, ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞ് മണമുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. ഈ മണമുള്ള എന്ത് സംഗതിയാണെങ്കിലും യേശു അടുത്ത് വന്നാൽ അത് സൗഖ്യപ്പെടും. എൻ്റെ ഒരു കൊച്ചനുഭവം, ഞാൻ ധ്യാനകേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഒരു പെൺകൊച്ചു വന്നു. അവള് ചെറിയ കൊച്ചാണ്. ആ കൊച്ചു വന്നപ്പോൾ അവളുടെ കാലിന്റെ വിരലെല്ലാം അങ്ങനെ ചെളിച്ചിരിക്കുക, ഭയങ്കര മണമാണ്. അപ്പൊ എന്റെ മുറി കയറി വന്നപ്പോൾ സത്യം പറഞ്ഞ ദൈവം എന്നെ കയറാതിരുന്നെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. കാരണം അത്ര മണമാണ്. അവരെ ഞാൻ പറഞ്ഞു വിട്ടത് പരിശുദ്ധ കുർബാനയുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, അന്ന് ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്നിട്ട് പറഞ്ഞല്ലോ, കണ്ണുയർത്തിയാണല്ലോ അന്ന് പറഞ്ഞത്. പിതാവേ, അന്ന് എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിന് നന്ദി പറയുന്നു. എന്നിട്ട് ഈശോ സ്വരം ഉയർത്തി പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ കല്ലറയിൽ അടക്കിയ ആ ലാസർ പുറത്തു വന്നു. അതിനു മുമ്പ് ആ കല്ലറ എടുത്തു മാറ്റി. ആ മനുഷ്യന് ഒരു പുതിയ ജീവൻ കൊടുക്കുകയും, ഞാൻ ആദ്യം പറഞ്ഞ ആ കൊച്ച് ഇന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് എവിടെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്? SH കോളേജിൽ. ഞാൻ മര്യാദത്ത് ഇടുക്കിയിലെ കത്തീഡ്രൽ സ്ഥലത്ത് വാഴത്തോപ്പിൽ സെന്റ് ജോർജ് പള്ളിയിൽ ഇരിക്കുകയാണ്. ഒരു വിവാഹം ആശീർവദിക്കാൻ ചെന്നതാണ്. അവള് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സംഗീതനാണോ നിൽക്കണേ? അതെ. അവള് ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ പട്ട ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. സംഗീത ഞാനാണ് ആളുടെ പേര് പറഞ്ഞത്. അന്ന് അവളുടെ കാലിന് ചീച്ചലുണ്ടായിരുന്നത് ഈശോയുടെ അടുത്ത്. ലാസർ ആ കുഴിമാടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ലാസറിന്റെ കുഴിമാടത്തിൽ യേശു ചെന്നപ്പോഴാണ് ഞങ്ങൾ പോരുന്ന വഴിക്ക് വിശ്വസിറ്റി സ്കൂളിൽ കയറി ഉള്ള ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബന്ധുക്കളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പള്ളിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ ആ സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലണം. ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോഴും ചിലപ്പോൾ എൻ്റെ മടിയിലേക്ക് ഒന്ന് കയറ്റിയിരുന്നു, അല്ലെങ്കിൽ നെഞ്ചത്തേക്ക് ഒന്ന് കയറ്റി കിടക്കും. ആ കുഞ്ഞുങ്ങളെ എടുത്ത് പിടിക്കും. അപ്പൊ ഈശോയുടെ കിഴങ്ങിലേക്ക് കൊടുക്കും. ഈശോ അടുത്ത് നിന്നു. ഞാൻ എന്ന് കുർബാന ചെന്ന് കരച്ചല്ലേ, ആ ഈശോയുടെ ശരീരം എടുക്കുന്നതല്ലേ, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും വാങ്ങി കുടിക്കുകയും. ഈശോയുടെ ശരീര രക്തം. ഞാൻ ഒരു അവസരത്തിൽ ഹോസ്പിറ്റലിൽ പറഞ്ഞു, അച്ഛൻ, ഈ അടിമാലി പള്ളിയിൽ, അടിമാലി സിറ്റിയിൽ കടയുള്ള ഒരു മനുഷ്യനുണ്ട്, സാമാന്യം നല്ല കടയാണ്. ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് പാണ്ഡുരോഗം വന്നിരുന്നു. ചെറുപ്പക്കാരിയാണ്. അപ്പൊ അവന്റെ ആ രോഗ അവസ്ഥയിൽ ഈശോയെ കൈകളിൽ എടുത്തിട്ട് അവളുടെ നാവിലേക്ക് മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞു. എന്നോട് തലേ ദിവസം നോക്കാനാണ് പറഞ്ഞത്. എന്റെ പേരെ ഞാൻ അറിഞ്ഞ് തന്നെയാണ് അവളുടെ നാവിലേക്ക് നോക്കുന്നത്. ഈശോ കൊടുക്കുമ്പോൾ ഞാൻ മനസ്സ് ഉറച്ചു, ഈശോയെ ഈ സ്ത്രീയുടെ ഈ പാണ്ഡുരോഗം മാറണം. അപ്പൊ ഈശോയുടെ ഉന്നതിയിൽ പ്രിയമുള്ളവരെ ധാരാളം സൗകര്യം നടന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അച്ഛനല്ലതൊക്കെ പറയാം, ഈ തിരമാലയിലേക്ക് ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതെനിക്ക് അറിയാം. കുട്ടിയുടെ രോഗാവസ്ഥയിലല്ല. ഇതിനു മുമ്പ് കൊച്ചിനെ ഈശോ കുറെ അധികം സുഖപ്പെടുത്തിയത്. ഇനി പറയുന്നതിന്റെ മാതാപിതാക്കളാണ് മനസ്സിലാക്കുക, പൂർണ്ണമായ സൗഖ്യം കിട്ടി. അപ്പൊ ഈശോ അടുത്ത് വരണം, അവിടെ അടുത്ത് ഈശോ അടുത്ത് വരണം. ആ കല്ലറയുടെ അടുത്ത്, കല്ലറയുടെ അടിയിലാണ് ലാസർ കിടക്കുന്നത്. ഈ അടിയിൽ കിടക്കുന്ന ലാസറിനെ കർത്താവ് പൊക്കി വയ്ക്കുന്നു. അടിയിൽ കിടക്കുന്നവരെ കർത്താവ് പൊക്കി വയ്ക്കും. കടബാധ്യത, രോഗ
വിഷമയാകട്ടെ, ദൈവം നോക്കിയെടുക്കും. അതാണ് ലാസറിന്റെ ആ കുഴിമാടം നൽകുന്ന വലിയ സന്ദേശം. ലാസർ പുറത്തു വരുന്നത് അന്ന് യേശു 2000 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മളോട് ഒരു വിധത്തിലോട് പുറത്തു വരാനായിട്ട് ദൈവം അതിന് വേണ്ടുന്ന സമർത്ഥമായ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം